വയനാട് കേണിച്ചിറയിൽ 4.5 വയസ്സുകാരനെ തെരുവ് നായ ആക്രമിച്ചു. എടക്കാട് പുള്ളോലിക്കൽ വില്ലയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം. രമ്യയുടെ മകൻ ആദി നവീനാണ് ഗുരുതര പരിക്ക് പറ്റിയത്. കുഞ്ഞും അതുപോലെ അമ്മ രമ്യയും നമ്മളോടൊപ്പമുണ്ട്. ഇന്നലെ സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ്. മുറിവുണ്ട്, അതും കഴുത്തിലും നെറ്റിയിലുമൊക്കെയാണ് മുറിവേറ്റിരിക്കുന്നത്. ഇന്നലെ തന്നെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. അമ്മ രമ്യ കൂടുതൽ കാര്യങ്ങൾ പറയും. എന്താ സംഭവിച്ചത്? അത് ഇവർ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ തന്നെ നമ്മൾ കാണുന്ന സ്ഥലത്ത് തന്നെ 2-3 പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് അകത്തേക്കൊന്ന് പോയത്. ആ സമയത്താണ് ഇവിടുന്ന് സൗണ്ട് കേട്ടിട്ട് ഓടി വന്ന സമയത്ത് അതിലെ വന്ന കാർ ഷെഡിൻ്റെ അകത്തൂടെ കയറിയിട്ട് പെട്ടെന്ന് ഇവിടെ സൈഡിലേക്ക് മാറി നിൽക്കായിരുന്നു. മാറി നിന്ന മോൻ്റെ മേല് വന്ന് ചാടി വീണ് കഴിഞ്ഞ് മറിച്ചിട്ടു. അപ്പോഴാണ് ബൈക്കും കൊണ്ട് ഒരു പയ്യൻ ഇതിൽ വന്നത്. ആ പയ്യൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. പെട്ടെന്ന് വന്ന് വണ്ടി നിർത്തി അവനെടുത്ത് അവിടെ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ എന്താ പറഞ്ഞ? മുറിവ് എവിടേക്കാണ്? ഇതാ ഇവിടെ ഒരു 2-3 സ്റ്റിച്ച് വേണ്ടി വരുമെന്നാണ് പറയുന്നത്. പിന്നെ വാക്സിനേഷനൊക്കെ ചെയ്തു. നെറ്റിയിലും മുറിവില്ല, അത് ജസ്റ്റ് വെറുതെ വീണിട്ടുള്ള മുറിവാണ്. ഇതാണ് കഴുത്തിലാണ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ. പിന്നെ കാലിൽ ചെറിയ സ്ക്രാച്ച് വീണതിന്റെ സ്ക്രാച്ചാണ് ഇതിനകത്ത് വരുന്നത് കാലിൽ. ഇവിടെ പൊതുവെ അങ്ങനെ തെരുവ് പട്ടികൾ വരുന്നൊരു സ്ഥലമാണോ ഇത്? തെരുവ് പട്ടികൾ അങ്ങനെ കയറാറില്ല. ഇവിടെ വളർത്തുനായ്ക്കൾ ഉള്ളതുകൊണ്ട് അതിനെ പേടിച്ചിട്ട് അങ്ങനെ ഇവർ കളിക്കുമ്പോഴൊന്നും ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 1 വർഷമായി. അതെ. അപ്പോൾ ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു സ്വകാര്യ വില്ല, ഇവിടെ മുഴുവൻ വില്ലകളാണ്. ഇത് ആ വില്ലകളിലേക്കുള്ള ഒരു വഴിയാണ്, അല്ലാതെ ഒരു പൂർണ്ണമായും ഒരു പൊതുവഴിയല്ല. അവിടെ വെച്ചാണ് കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ്, ഈ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ തെരുവ് നായ ഈ കുട്ടിയെ